Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ കിങ് ആൻഡ് ദ വൈസ് കൗൺസിലർ. There once lived a king who had a wise counselor called Robert. There once lived, പണ്ടൊരിക്കൽ ജീവിച്ചിരുന്നു, എ കിങ്, ഒരു രാജാവ്, ഹു ഹാഡ്, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, രാജാവിന് ഉണ്ടായിരുന്നു, എ വൈസ് കൗൺസിലർ, ഒരു ബുദ്ധിമാനായ, കൗൺസിലർ എന്നാൽ സാമാജികൻ, സഭാംഗം ഇതൊക്കെയാണ് അർത്ഥം, ഒരു സാമാജികൻ ഉണ്ടായിരുന്നു, കോൾഡ് റോബർട്ട്, റോബർട്ട് എന്നു പേരുള്ള ഒരു കൗൺസിലർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ദേ ഹാഡ് എ ബിഗ് ആർഗ്യുമെൻറ്റ്. ആർഗ്യുമെൻ്റ് എന്നാൽ തർക്കം, അവർക്കിടയിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു, ഒരു വലിയ തർക്കം ഉണ്ടായിരുന്നു. എവരിവൺ സേയ്സ് യു ക്യാൻ റീഡ് മൈൻഡ്സ്. ഇതായിരുന്നു ആ തർക്കം. രാജാവ് പറഞ്ഞു, എവരിവൺ സേയ്സ്, എല്ലാവരും പറയുന്നു, യു ക്യാൻ റീഡ് മൈൻഡ്സ്, നിനക്ക് മനസ്സുകൾ വായിക്കാൻ സാധിക്കുമെന്ന് എല്ലാവരും പറയുന്നു. രാജാവ് ഇദ്ദേഹത്തോട് പറഞ്ഞു. ബട്ട് യു വോണ്ട് ഷോ മീ ഹൗ യു ഡു ഇറ്റ്, ദ കിങ് സെഡ് ആംഗ്രിലി. ബട്ട് പക്ഷേ, യു വോണ്ട് ഷോ മീ, നീ എന്നെ കാണിക്കുകയില്ല, ഹൗ യു ഡു ഇറ്റ്, നീ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് എന്നെ നീ കാണിക്കുന്നില്ല. ദ കിങ് സെഡ് ആംഗ്രിലി. ആംഗ്രിലി എന്നാൽ ദേഷ്യത്തോടെ രാജാവ് പറഞ്ഞു. ഐ ട്രൂലി കനോട്ട് റീഡ് മൈൻഡ് സാർ, സെഡ് റോബർട്ട്. ഐ ട്രൂലി കനോട്ട്, സത്യമായിട്ടും എനിക്ക് സാധിക്കുകയില്ല, റീഡ് വായിക്കാൻ സാധിക്കുകയില്ല, മൈൻഡ്സ് മനസ്സ് വായിക്കാൻ എനിക്ക് സത്യമായിട്ടും സാധിക്കുകയില്ല, സാർ, സെഡ് റോബർട്ട്. റോബർട്ട് രാജാവിനോട് പറഞ്ഞു. ഐ തിങ്ക് ഹി ഡസ് നോട്ട് ട്രസ്റ്റ് മീ വിത്ത് ഹിസ് സീക്രട്ട്. ഐ തിങ്ക്, എനിക്ക് തോന്നുന്നത്, ഹി ഡസ് നോട്ട് ട്രസ്റ്റ് മീ, അവൻ എന്നെ വിശ്വസിക്കുന്നില്ല, വിത്ത് ഹിസ് സീക്രട്ട്, എൻ്റെ രഹസ്യം എന്നോട് പറയാത്തത് അതുകൊണ്ടാണ്, അവൻ എന്നെ വിശ്വസിക്കുന്നില്ല. ഐ വിൽ ട്രിക്ക് ഹിം ഇൻ ടു പ്രൂവിങ് ദാറ്റ് ഹി ക്യാൻ റീഡ് മൈൻഡ്സ്, തോട്ട് ദ കിങ്. ഐ വിൽ ട്രിക്ക് ഹിം. ട്രിക്ക് എന്നാൽ ഇവിടെ കബളിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ഞാൻ അവനെ കബളിപ്പിക്കും, ഇൻ ടു പ്രൂവിങ്, തെളിയിക്കാൻ വേണ്ടിയിട്ട്, ദാറ്റ് ഹീ ക്യാൻ റീഡ് മൈൻഡ്സ്, അവന് മനസ്സ് വായിക്കാൻ സാധിക്കുമെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ കബളിപ്പിക്കും. തോട്ട് ദ കിങ്, രാജാവ് ചിന്തിച്ചു. ലെറ്റ്സ് ഗോ റൈഡിങ്, ഹി സജസ്റ്റഡ് ടു ഹിം. ലെറ്റ്സ് ഗോ റൈഡിങ്. റൈഡിങ് എന്നാൽ സവാരി, യാത്ര, ഇതൊക്കെയാണ് അർത്ഥം. നമുക്ക് യാത്ര പോകാം. ഹി സജസ്റ്റഡ്, രാജാവ് നിർദ്ദേശിച്ചു. ടു ഹിം, അദ്ദേഹത്തോട്, റോബർട്ടിനോട് രാജാവ് നിർദ്ദേശിച്ചു. റോബർട്ട് ആൻഡ് ദ കിങ് റോഡ് ഇൻ ടു ദ നിയർ ബൈ ഫോറസ്റ്റ്. റോബർട്ട് ആൻഡ് ദ കിങ്, റോബർട്ടും രാജാവും റോഡ്, യാത്ര ചെയ്തു, ഇൻ ടു ദ നിയർ ബൈ ഫോറസ്റ്റ്, അടുത്തുള്ള വനത്തിലേക്ക് യാത്ര ചെയ്തു. വേർ ദേ കെയിം അക്രോസ് എ മാൻ. വേർ, അവിടെ വച്ച്, ആ കാട്ടിൽ വച്ച്, ദേ കെയിം അക്രോസ്, അവർ കെയിം അക്രോസ്. കം അക്രോസ് എന്നതിൻ്റെ പാസ്റ്റാണ് കെയിം അക്രോസ്. കം അക്രോസ് എന്നാൽ ആകസ്മികമായി കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥമാണ്. കെയിം അക്രോസ്, ആകസ്മികമായി കണ്ടുമുട്ടി, എ മേൻ, ഒരു പുരുഷനെ അവർ ആ കാട്ടിൽ വച്ച് ആകസ്മികമായി കണ്ടുമുട്ടി. ഡു യു സീ ദാറ്റ് മാൻ ദർ, ആസ്ക്ഡ് ദ കിങ്. ഡു യു സീ, നീ കാണുന്നുണ്ടോ, ദാറ്റ് മാൻ ദർ, അവിടെ ഒരു പുരുഷനെ നീ കാണുന്നുണ്ടോ, ആസ്ക്ഡ് ദ കിങ്, രാജാവ് ചോദിച്ചു. യെസ്, അതെ, സെഡ് റോബർട്ട്, റോബർട്ട് പറഞ്ഞു, എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക് ഹി ഡസ് ഫോർ എ ലിവിങ്. നിനക്ക് എന്താണ് തോന്നുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം എന്താണ്. ഹി ആസ്ക്ഡ്, രാജാവ് ചോദിച്ചു. ഹി ഈസ് എ കാർപ്പൻ്റർ, അദ്ദേഹം ഒരു ആശാരിയാണ്. യുവർ മജസ്റ്റി, രാജാവിനെ ബഹുമാനിച്ച് വിളിക്കുകയാണ് മജസ്റ്റി. റോബർട്ട് റിപ്ലൈഡ്, റോബർട്ട് മറുപടി പറഞ്ഞു. ആൻഡ് വാട്ട് ഈസ് ഹിസ് നെയിം, ദ കിങ് ആസ്ക്ഡ്, അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്, രാജാവ് ചോദിച്ചു.
ദ സെയിം ആസ് മൈൻ റോബർട്ട് സെഡ് ദ കൗൺസിലർ. ദ സെയിം ആസ് മൈൻ എൻ്റെ അതേ പേര് തന്നെ. റോബർട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സെഡ് കൗൺസിലർ കൗൺസിലർ പറഞ്ഞു. ദ കിങ് സെഡ് രാജാവ് പറഞ്ഞു. ഗിവ് ഹിം സം മണി അദ്ദേഹത്തിന് കുറച്ച് പണം നൽകൂ. ഹീ ലുക്സ് ഹംഗ്രി അദ്ദേഹത്തെ കണ്ടിട്ട് വിശക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഹീ കുഡ് ബൈ സം ഫുഡ് അദ്ദേഹത്തിന് കുറച്ച് ഭക്ഷണം വാങ്ങാൻ സാധിച്ചേക്കും. അദ്ദേഹത്തെ കണ്ടിട്ട് വിശക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് കുറച്ച് പണം കൊടുക്കൂ രാജാവ് റോബർട്ടിനോട് പറഞ്ഞു. ദാറ്റ് ഈസ് നോട്ട് നെസസറി. നെസസറി എന്നാൽ അനിവാര്യമായ, ആവശ്യമായ, ഇതൊക്കെയാണ് അർത്ഥം. അത് അത്യാവശ്യമായതല്ല, ആവശ്യമായതല്ല. സെഡ് റോബർട്ട് പറഞ്ഞു. ഹി ഈസ് നോട്ട് ഹംഗ്രി അദ്ദേഹം വിശന്നു വലഞ്ഞവനല്ല. ഹി ഹാസ് ജസ്റ്റ് ഈറ്റൺ സം സ്വീറ്റ്സ്. ഹി ഹാസ് ജസ്റ്റ് ഈറ്റൺ അദ്ദേഹം ഭക്ഷിച്ചതേ ഉള്ളൂ. സം സ്വീറ്റ്സ് എന്നാൽ മിഠായികൾ. അദ്ദേഹം കുറച്ച് മിഠായികൾ ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ. യു അപ്പിയർ ടു നോ എ ലോട്ട് എബൌട്ട് എ സ്ട്രേഞ്ചർ ദ കിങ് സെഡ്. അപ്പിയർ എന്നാൽ വെളിപ്പെടുക, തോന്നുക, കാണുക, പ്രത്യക്ഷപ്പെടുക, ഇതൊക്കെയാണ് അർത്ഥം. എ ലോട്ട് എന്നാൽ ഒരുപാട്, സ്ട്രേഞ്ചർ എന്നാൽ അപരിചിതൻ. എബൌട്ട് എ സ്ട്രേഞ്ചർ എന്നാൽ ഒരു അപരിചിതനെ പറ്റി. നിങ്ങൾ പറയുന്നത് കേട്ടാൽ എന്താണ് തോന്നുന്നത്? നിനക്ക് ഒരു അപരിചിതനെ പറ്റിയിട്ട് ധാരാളം അറിയാമെന്നാണ് തോന്നുന്നത്. ദ കിങ് സെഡ് രാജാവ് പറഞ്ഞു. നൗ ലെറ്റ്സ് ആസ്ക് ഹിം ആൻഡ് സീ ഇഫ് യു ആർ റൈറ്റ്. നൗ ഇപ്പോൾ ലെറ്റ്സ് ആസ്ക് ഹിം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ആൻഡ് സീ ഇഫ് യു ആർ റൈറ്റ് നീ പറയുന്നത് ശരിയാണോ എന്ന് നോക്കാം. ദേ റോഡ് അപ്പ് ടു ദ മാൻ ആൻഡ് ദ കിങ് ആസ്ക്ഡ്. ദേ റോഡ് അപ്പ് റൈഡപ്പ് എന്നതിൻ്റെ പാസ്റ്റാണ് റോഡപ്പ്. ഇവിടെ റോഡപ്പ് എന്നതിന് റോഡപ്പ് ടു ദ മാൻ അദ്ദേഹത്തിനടുത്തേക്ക് പോയി എന്നുള്ള അർത്ഥമാണ്. അവർ അദ്ദേഹത്തിനടുത്തേക്ക് പോയി. ആൻഡ് ദ കിങ് ആസ്ക്ഡ് രാജാവ് ചോദിച്ചു. ആർ യു എ കാർപ്പൻ്റർ നെയിംഡ് റോബർട്ട് നിങ്ങൾ റോബർട്ട് എന്നു പേരുള്ള ഒരു ആശാരിയാണോ? ആൻഡ് ഹാവ് യു ജസ്റ്റ് ഈറ്റൺ സം സ്വീറ്റ്സ് നിങ്ങൾ അല്പം മിഠായികൾ ഇപ്പോൾ കഴിച്ചതേയുള്ളൂ? ദ മാൻ സെഡ് സർപ്രൈസിംഗ്ലി ആശ്ചര്യത്തോടെ അദ്ദേഹം പറഞ്ഞു. യെസ് അതെ, മൈ നെയിം ഈസ് റോബർട്ട് എൻ്റെ പേര് റോബർട്ട് എന്നാണ്. ആൻഡ് ഐ ആം എ കാർപ്പൻ്റർ ഞാൻ ഒരു ആശാരിയാണ്. യു ആർ റൈറ്റ് നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഐ ഹാവ് ജസ്റ്റ് ഈറ്റൺ സ്വീറ്റ്സ് ഞാൻ ഇപ്പോൾ മധുരപലഹാരങ്ങൾ കഴിച്ചതേ ഉള്ളൂ. ബട്ട് ഹൗ ഡു യു നോ ദാറ്റ് പക്ഷേ എങ്ങനെ നിങ്ങൾക്ക് അത് അറിയാം? നെവർ മൈൻഡ് ഒന്നുമില്ല. സെഡ് ദ കിങ് രാജാവ് പറഞ്ഞു. ആൻഡ് യു സ്റ്റിൽ സേ യു കാണ്ട് റീഡ് മൈൻഡ്സ് സെഡ് ദ കിങ് ടു റോബർട്ട്. ആൻഡ് യു സ്റ്റിൽ സേ നീ ഇപ്പോഴും പറയുന്നു. യു കാണ്ട് റീഡ് മൈൻഡ്സ് നിനക്ക് മനസ്സുകൾ വായിക്കാൻ സാധിക്കുകയില്ല എന്ന് നീ ഇപ്പോഴും പറയുന്നു. സെഡ് ദ കിങ് ടു റോബർട്ട് രാജാവ് റോബർട്ടിനോട് പറഞ്ഞു. ഐ കനോട്ട് റീഡ് മൈൻഡ്സ് റോബർട്ട് ഇൻസിസ്റ്റഡ്. ഐ കനോട്ട് റീഡ് മൈൻഡ്സ് എനിക്ക് മനസ്സ് വായിക്കാൻ സാധിക്കുകയില്ല. റോബർട്ട് ഇൻസിസ്റ്റഡ്. ഇൻസിസ്റ്റ് എന്നാൽ നിർബന്ധിക്കുക, ഊന്നിപ്പറയുക, ഇതൊക്കെയാണ് അർത്ഥം. റോബർട്ട് ഊന്നിപ്പറഞ്ഞു എനിക്ക് മനസ്സ് വായിക്കാൻ സാധിക്കുകയില്ല. ഐ ന്യൂ ദ മാൻസ് നെയിം ബിക്കോസ് വെൻ യു കോൾഡ് ഔട്ട് മൈ നെയിം ഹീ ടേൺഡ് അറൗണ്ട്. ഐ ന്യൂ എനിക്കറിയാമായിരുന്നു. ദ മാൻസ് നെയിം അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് അറിയാമായിരുന്നു. ബിക്കോസ് കാരണം. വെൻ യു കോൾഡ് ഔട്ട് മൈ നെയിം നിങ്ങൾ എൻ്റെ പേര് വിളിച്ചപ്പോൾ ഹീ ടേൺഡ് അറൗണ്ട് അദ്ദേഹം ചുറ്റുപാടും നോക്കി. ഐ ന്യൂ ഹി വാസ് എ കാർപ്പൻ്റർ ഫ്രം ദ വേ ഹി വാസ് ചെക്കിംഗ് ദ ട്രീസ് ടു സീ ഇഫ് ദ വുഡ് വാസ് ഹാർഡ്. ഐ ന്യൂ എനിക്ക് മനസ്സിലായി. ഹി വാസ് എ കാർപ്പൻ്റർ അദ്ദേഹം ഒരു ആശാരിയാണു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഫ്രം ദ വേ ഹി വാസ് ചെക്കിംഗ് ദ ട്രീസ് അദ്ദേഹം വൃക്ഷങ്ങൾ പരിശോധിക്കുന്ന രീതി കണ്ടപ്പോൾ എനിക്ക് അത് മനസ്സിലായി. ടു സീ ഇഫ് ദ വുഡ് വാസ് ഹാർഡ് ആ തടി നല്ല കട്ടിയുള്ളതാണോ നല്ല കനമുള്ളതാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വൃക്ഷങ്ങൾ
പരിശോധിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരു ആശാരിയാണ് എന്നുള്ളത്. ആസ്ക്ഡ് ഫോർ ദ സ്വീറ്റ്സ്. There were some flies buzzing around his mouth. The king was impressed. Asked for the sweets. മിഠായികളുടെ കാര്യം. There were some flies. Flies എന്നാൽ ഇവിടെ ഈച്ച എന്നുള്ള അർത്ഥമാണ്. There were some flies. കുറച്ച് ഈച്ചകൾ ഉണ്ടായിരുന്നു. Buzzing around his mouth. Buzzing എന്നാൽ മൂളൽ എന്നുള്ള അർത്ഥമാണ്. Around his mouth. അദ്ദേഹത്തിൻ്റെ വായക്ക് ചുറ്റും മൂളിക്കൊണ്ട് കുറച്ച് ഈച്ചകൾ ഉണ്ടായിരുന്നു. ദ കിങ് വാസ് ഇംപ്രസ്ഡ്. ഇത് കേട്ട് രാജാവിന് മതിപ്പ് തോന്നി. മോറൽ, ഗുണപാഠം. ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം. ഒബ്സേർവ് യുവർ സറൗണ്ടിങ്സ് ടു ഡെവലപ്പ് കോമൺ സെൻസ്. ഒബ്സേർവ്, നിരീക്ഷിക്കുക. യുവർ സറൗണ്ടിങ്സ്, നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിക്കുക. ടു ഡെവലപ്പ്. ഡെവലപ്പ് എന്നാൽ വർദ്ധിപ്പിക്കുക. ടു ഡെവലപ്പ്, വർദ്ധിപ്പിക്കാൻ വേണ്ടി. കോമൺ സെൻസ്. കോമൺ സെൻസ് എന്നാൽ സാമാന്യ ജ്ഞാനം. നിങ്ങളുടെ സാമാന്യ ജ്ഞാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുറ്റുപാടും നിരീക്ഷിക്കുക. ഇതാണ് ഈ കഥയുടെ ഗുണപാഠം.